കുഷിംഗ് സിൻഡ്രോം ഒരു ഹോർമോണൽ ഡിസീസാണ്. അത് എൻഡോക്രൈനൽ ഹോർമോണൽ ഡിസീസ് എന്ന് നമുക്ക് പറയാം. സ്ട്രെസ് ഹോർമോൺ അഥവാ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ബോഡിയിൽ എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷനെയാണ് നമ്മൾ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 2 ടെർമിനോളജീസ് ഉണ്ട്: കുഷിംഗ് സിൻഡ്രോം ആൻഡ് കുഷിംഗ് ഡിസീസ്. What is the difference between Cushing syndrome and Cushing disease? Cushing disease എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTHന്റെ പ്രൊഡക്ഷൻ എക്സസീവ്ലി ഇൻക്രീസ് ആകുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് കുഷിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ് ഫാക്ടേഴ്സ് കൊണ്ടാകാം കുഷിംഗ് ഡിസീസ് ആൻഡ് കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകുന്നത്. കുഷിംഗ് സിൻഡ്രോമിലേക്ക് നയിക്കുന്ന എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡിയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആകാം, ലങ് ട്യൂമേഴ്സ് ആകാം, ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്സ്. ഇതിലുണ്ടാകുന്ന ചേഞ്ചസ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. എക്സോജീനിയസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്മ, COPD, റെസ്പിറേറ്ററി ഡിസ്ട്രസ് പോലെയുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡ് ഡ്രഗ് പ്രെഡ്നിസിലോൺ എന്ന് പറയുന്ന സ്റ്റീറോയിഡ് ഡ്രഗിൻ്റെ അമിതമായ ഉപയോഗം മൂലം അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാം. അത് കുഷിംഗ് സിൻഡ്രോമിലേക്ക് ലീഡ് ചെയ്യാം. കുഷിംഗ് സിൻഡ്രോം ഉള്ള പേഷ്യൻസ് ഒരു ക്ലാസിക്കൽ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലാസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിൻ്റെ അപ്പിയറൻസ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ബോഡി ഏരിയ ഒബേസ് ആയിരിക്കും, ആംസ് ആൻഡ് ലെഗ്സ് തിൻ ആയിരിക്കും, ഫേസ് എപ്പോഴും റൗണ്ടഡ് ഫേസ് ആയിരിക്കാം. ബിറ്റ്വീൻ ദ ഷോൾഡർ, ബാക്ക് സൈഡ് ബിറ്റ്വീൻ ദ ഷോൾഡർ ഒരു ഫാറ്റി ലംബ് ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് ബഫല്ലോ ലംബ് അല്ലെങ്കിൽ ഫാറ്റി ലംബ് എന്നും പറയാം. അത് കുഷിംഗ് സിൻഡ്രോമിൽ വരുന്ന ഒരു ക്ലാസിക്കൽ സൈനാണ്, അവരുടെ ബോഡി അപ്പിയറൻസിൽ വരുന്ന ഒരു ക്ലാസിക്കൽ സൈനാണ്. അതർ ദാൻ ദീസ് സ്ട്രെച്ച് മാർക്ക്, റെഡ് ആൻഡ് സ്ട്രെച്ച് മാർക്ക് ഇൻ ദ ആബ്ഡോമിനൽ ഏരിയാസിലുണ്ടാകാം. റെഡ് ആൻഡ് തിൻ ഫ്രജൈൽ സ്കിൻ ആയിരിക്കും. ബോൺ ആൻഡ് മസിൽസ് പെയിൻസ്, ടയേർഡ്നെസ്, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആകാം, ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ആകാം, ആങ്സൈറ്റി ലെവൽ ഇൻക്രീസ് ആകാം, ആൻഡ് എക്സ്ട്രാ ഫേഷ്യൽ ആൻഡ് ദി ബോഡി ഹെയർസ് ഉണ്ടാകാം. ഇതെല്ലാം കുഷിംഗ് സിൻഡ്രോമിൽ വരുന്ന അതർ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്.